നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ചൊവ്വ രാശി മാറുകയാണ്. ചൊവ്വ എന്നത് സേനാധിപതി, ഭൂമികാരകൻ, സഹോദരകാരകൻ, രക്തം, അഗ്നി, ആക്രോശം, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നി രാശിയിലേക്ക് 2025 ജൂലൈ 28 മുതൽ സഞ്ചാരം തുടങ്ങുന്നു. ഏകദേശം 46 ദിവസത്തോളം, അതായത് 2025 സെപ്റ്റംബർ 13 വരെ ചൊവ്വ കന്നി രാശിയിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 12 രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചൊവ്വയുടെ രാശിമാറ്റം കർക്കിടകൻ രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. പുണർതം അവസാന കാൽപാദം, പൂയം, ആയില്യ നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്ക് ചൊവ്വ 5ഉം 10ഉം ഭാവാധിപതിയാണ്. അതായത് പഞ്ചമസ്ഥാനാധിപതി, പൂർവ്വപുണ്യസ്ഥാനാധിപതിയും കർമ്മകാരകനുമായ ചൊവ്വ കർക്കിടകൻ രാശിക്ക് യോഗാധിപതി കൂടിയാണ്. കന്നിരാശിയിൽ, അതായത് നിങ്ങളുടെ രാശിയുടെ 3ാം ഭാവത്തിൽ ചൊവ്വ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഉത്രം നക്ഷത്രം എന്നത് സൂര്യഭഗവാന്റെ നക്ഷത്രമാണ്. സൂര്യൻ നിങ്ങൾക്ക് ധനാധിപതിയും കുടുംബാധിപതിയുമാണ്. ഉത്രം നക്ഷത്രത്തിൽ ചൊവ്വ 28/7/2025 മുതൽ 12/8/2025 വരെ സഞ്ചരിക്കുന്നു. അതിനുശേഷം 13/8/25 മുതൽ 2/9/25 വരെ ചന്ദ്രഭഗവാന്റെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 3/9/2025 മുതൽ 13/9/2025 വരെ ചൊവ്വയുടെ സ്വന്തം നക്ഷത്രമായ ചിത്രയിലും സഞ്ചരിക്കുന്നു. അങ്ങനെ കന്നിരാശിയിൽ ഈ 3 നക്ഷത്രങ്ങളിലൂടെ ആയിരിക്കും ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് ചൊവ്വ എന്തൊക്കെ ഫലങ്ങളാണ് നൽകാൻ പോകുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ 3ാം ഭാവം എന്നത് പ്രയത്നസ്ഥാനമാണ്. ഇളയ സഹോദരങ്ങളെ സൂചിപ്പിക്കുന്ന സ്ഥാനം കൂടിയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും പിന്നെ കേതുവിനൊപ്പമൊക്കെ സഞ്ചരിച്ച് നിങ്ങൾക്ക് നല്ല ഫലങ്ങളൊന്നും തന്നിട്ടില്ല. കർക്കിടകൻ രാശിക്ക് ചൊവ്വ രാജയോഗം നൽകുന്ന ഗ്രഹമാണ്. അതിനാൽ ഒരു കാരണവശാലും ചൊവ്വ നിങ്ങൾക്ക് ജാതകത്തിൽ ബാധിക്കാൻ പാടില്ല. അതായത് നീചനാവുക, അല്ലെങ്കിൽ കൂടുതൽ പാപഗ്രഹങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുക, മൗഢ്യം സംഭവിക്കുക, അതുമല്ലെങ്കിൽ 8, 12 ഭാവങ്ങളിലൊക്കെ മറഞ്ഞു നിൽക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ഫലം പൂർണ്ണമായി കർക്കിടകൻ രാശിക്ക് കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി എത്ര അധ്വാനിച്ചിട്ടും നിങ്ങൾക്കൊരു ഫലവും കിട്ടിക്കാണില്ല. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം, സന്താനങ്ങളുമായി അകൽച്ച, വഴക്ക്, ഭൂമി സംബന്ധമായ കേസുകൾ, പ്രതിസന്ധികൾ എല്ലാം നേരിട്ട് നിങ്ങൾക്ക് ഇനി ചൊവ്വ കനിഞ്ഞനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കും. ഒരു ധൈര്യവും വീര്യവുമൊക്കെ ഉണ്ടാകും. എന്തും ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു മനോധൈര്യം നിങ്ങളിലുണ്ടാകും. ആത്മവിശ്വാസം കൂടും. ചെറിയ യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകും. വ്യാപാര സംബന്ധമായി യാത്ര ചെയ്യുന്നവർക്ക് മേന്മയുണ്ടാകും. തൊഴിൽ സംബന്ധമായി നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ജോലി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് പുതിയ ജോലി കിട്ടും. ജോലി സ്ഥലത്ത് നിങ്ങളെ ദ്രോഹിച്ചവരൊക്കെ ട്രാൻസ്ഫറായി പോകും. മേലധികാരികൾ മാറി വരും. തൊഴിൽ സ്ഥലത്ത് ഓഫീസ് പൊളിറ്റിക്സൊക്കെ ഇനി ഉണ്ടാകില്ല. നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും അനുകൂലിക്കുകയും ഒക്കെ ചെയ്യും. തൊഴിൽ ഒരു സ്ഥാനക്കയറ്റം,
മോഹിച്ചവർക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയും. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അവസരങ്ങളും ആനുകൂല്യങ്ങളും നിങ്ങളെ തേടി വരും. ബിസിനസ് ചെയ്യുന്നവർക്ക് അത് വിപുലപ്പെടുത്താൻ സാധിക്കും. നല്ല ജോലിക്കാരെ ലഭിക്കുന്നത് വഴി ധനലാഭം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. മുൻകാലങ്ങളിലെ നഷ്ടം നികത്താൻ കഴിയും. കഴിഞ്ഞ 2-3 വർഷങ്ങളായി കർക്കിടകൻ രാശിക്കാർ തൊഴിൽ ബിസിനസ് സംബന്ധമായി വളരെയധികം നഷ്ടകഷ്ടങ്ങൾ അനുഭവിച്ചവരാണ്. നിങ്ങളുടെ അഷ്ടമശനിയും ഇതിനൊരു കാരണമായിരുന്നു. തകർന്ന ബിസിനസ്സും തൊഴിൽ തടസ്സങ്ങളുമെല്ലാം ഇനി മാറിക്കിട്ടും. മനസ്സന്തോഷവും ധനവരവും ഉണ്ടാകുന്നതാണ്. ചിലർക്ക് അവരുടെ കുട്ടികൾ മൂലം ഒരു മനസമാധാനവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കുട്ടികൾക്ക് രോഗമോ അല്ലെങ്കിൽ പഠനത്തിൽ പുറകിലോട്ടോ, അതുമല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാരണത്താൽ അകന്നു കഴിയുകയോ വഴക്ക് കൂടുകയോ, അതുമല്ലെങ്കിൽ പ്രായമായ കുട്ടികൾ പ്രേമബന്ധങ്ങളിലൊക്കെ ഇടപെട്ട് നിങ്ങൾക്ക് മനോവേദന ഉണ്ടാക്കി കാണും. അതിനൊക്കെ ഇപ്പോൾ പ്രതിവിധി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഇനി പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും. ഉദ്ദേശിച്ച സർവകലാശാലകളിലോ ഉദ്ദേശിച്ച കോഴ്സുകളിലോ ഒക്കെ പ്രവേശനം ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. സർക്കാർ ജോലിക്ക് പ്രതീക്ഷിച്ചവർക്ക് ജോലി ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. യൂണിഫോം വേഷധാരികളായവർക്ക് തൊഴിൽ നേട്ടം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തൊഴിലഭിവൃദ്ധി, ശമ്പള വർധനവ്, ആഗ്രഹിച്ച സ്ഥലത്ത് ട്രാൻസ്ഫർ, അതുപോലെ പോലീസ്, ആർമി, സെക്യൂരിറ്റി തുടങ്ങിയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരം. പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗം. ഭൂമി സംബന്ധമായി എന്തെങ്കിലും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അവ രമ്യതയിലെത്തും. ചിലർ ഭൂമി വിൽക്കാനായി വളരെയധികം ബുദ്ധിമുട്ടിക്കാണും. അവർക്കൊക്കെ ഇനി ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. കമിതാക്കൾക്കിടയിലെ അകൽച്ച മാറും. മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും. വിചാരിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും. മനോവിഷമം വിട്ടുമാറും. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. വളരെയധികം ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. പേരും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ജോലി ചെയ്യുന്നവർക്ക് അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാകും. ഇപ്പോൾ പറഞ്ഞത് ചൊവ്വയുടെ ഗോചരത്തിലുള്ള ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തികാലമനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.